നിങ്ങൾക്ക് മൈക്ക് ടൈസനെ അറിയാമല്ലോ. എക്കാലത്തെയും മികച്ച ബോക്സർമാരിൽ ഒരാൾ. 90കളുടെ അവസാനത്തിൽ പുള്ളിക്കാരൻ ഒന്നൊന്നര സംഭവമായിരുന്നു. കരിയറിൽ $400 മില്യൺ സമ്പാദിച്ചു. എന്നിട്ടോ കൊട്ടാര സമാനമായ വീടുകൾ, ആഫ്രിക്കൻ സിംഹങ്ങൾ, ടൈഗേഴ്സ്, ആഡംബര കാറുകൾ, പിന്നെ ഒരു $2 മില്യൺ ബാത്ത് ടബ്. അതെ, ബാത്ത് ടബ് വരെ വാങ്ങി. പക്ഷേ 2003 ആയപ്പോഴേക്കും പുള്ളി പാപ്പരായി. വെറും പാപ്പരല്ല, $23 മില്യൺ കടത്തിൽ മുങ്ങി. ഇതെങ്ങനെ സംഭവിച്ചു? അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. 6-7 അക്ക ശമ്പളമുള്ളവരേക്കാൾ സാമ്പത്തികമായി സുരക്ഷിതരായി വിരമിക്കുന്ന ആളുകൾ എങ്ങനെ 50,000 രൂപ വരുമാനം കൊണ്ട് ജീവിക്കുന്നു? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ അടുത്തിടെ വായിച്ച ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിലെ ഏറ്റവും ശക്തമായ 5 ആശയങ്ങളാണ്. നമുക്ക് തുടങ്ങാം. നിങ്ങൾ നിങ്ങളുടെ വിജയത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല. ശരി, നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം. നിങ്ങളുടെ വിജയത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലല്ല. നമ്മൾ വിശ്വസിക്കുന്നത് കഠിനാധ്വാനം ചെയ്താൽ, ശരിയായ തീരുമാനങ്ങൾ എടുത്താൽ വിജയം ഉറപ്പാണ് എന്നാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഭാഗ്യത്തിനും റിസ്കിനും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ പങ്കുണ്ട്. പണ്ട് ഹൈസ്കൂളിൽ ബിൽ ഗേറ്റ്സിന് കെന്റ് ഇവാൻസ് എന്നൊരു ഉറ്റ സുഹൃത്തുണ്ടായിരുന്നു. രണ്ടുപേരും അതിബുദ്ധിമാന്മാരായിരുന്നു. കമ്പ്യൂട്ടറുകളെ സ്നേഹിച്ചു, ഒരുമിച്ച് ഒരു ടെക് സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്ന് സ്വപ്നം കണ്ടു. പക്ഷെ അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയുന്നതിനു മുൻപ് തന്നെ കെന്റ് ഒരു പർവ്വതാരോഹണത്തിനിടെ ദാരുണമായി മരിച്ചു. അതോടെ അയാളുടെ കഥ അവിടെ തീർന്നു. അതേസമയം ബിൽ ഗേറ്റ്സായി മാറി. വേറൊരു കാര്യം, ബിൽ ഗേറ്റ്സ് പഠിച്ച ഹൈസ്കൂളിൽ 1960കളിൽ തന്നെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ആ സമയത്ത് കമ്പ്യൂട്ടറുകൾ വളരെ അപൂർവമായിരുന്നു. ആ ഭാഗ്യം കാരണം അദ്ദേഹത്തിന് മറ്റാർക്കും കിട്ടാത്ത ഒരു ഹെഡ് സ്റ്റാർട്ട് ലഭിച്ചു. അപ്പോൾ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തില്ലേ? തീർച്ചയായും. പ്രതിഭാശാലിയായിരുന്നില്ലേ? ഒരു സംശയവുമില്ല. പക്ഷെ അദ്ദേഹം മറ്റൊരു നഗരത്തിൽ മറ്റൊരു കാലഘട്ടത്തിൽ ജനിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെയാകുമായിരുന്നോ? സാധ്യതയില്ല. ഇതാണ് പ്രശ്നം. നമ്മൾ വിജയിച്ച ആളുകളെ നോക്കി ചിന്തിക്കും, അവർ XYZ കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് ഞാൻ അത് ചെയ്താൽ വിജയിക്കും എന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഭാഗ്യത്തിനും റിസ്കിനും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ പങ്കുണ്ട്. പരാജയത്തിൻ്റെ കാര്യത്തിലും ഇത് സത്യമാണ്. എക്കാലത്തെയും മികച്ച സ്റ്റോക്ക് ട്രേഡർമാരിൽ ഒരാളായിരുന്ന ജെസ്സി ലിവർമോറിനെ എടുക്കാം. അയാൾ ദശലക്ഷക്കണക്കിന് ഡോളർ ഉണ്ടാക്കി, എല്ലാം നഷ്ടപ്പെട്ടു, വീണ്ടും ഉണ്ടാക്കി, എന്നിട്ട് അവസാനമായി എല്ലാം നഷ്ടപ്പെട്ടു. ഗ്രേറ്റ് ഡിപ്രഷൻ അയാളെ പാപ്പരാക്കി. ചരിത്രത്തിലെ ഏറ്റവും ധനികനായ ട്രേഡർമാരിൽ നിന്ന് അയാൾ ഒന്നുമില്ലാത്തവനായി മാറി. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠമെന്താണ്? വിജയമെന്നത് 100% കഴിവ് മാത്രമല്ല, പരാജയം 100% മണ്ടത്തരവുമല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം ഭാഗ്യത്തിന് വിട്ടുകൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഭാഗ്യവും റിസ്ക്കും ഉണ്ടെന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ അവ നമ്മളെ ബാധിക്കുമെന്നും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഭാഗ്യത്തെ നിയന്ത്രിക്കാനോ റിസ്ക് പൂർണ്ണമായി ഒഴിവാക്കാനോ കഴിയില്ല. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് വിവേകമുള്ള തീരുമാനങ്ങൾ എടുക്കുക, ഏറ്റവും ബെസ്റ്റ് സ്ഥാനത്ത് സ്വയം എത്തിക്കുക, എന്തും നേരിടാൻ തയ്യാറായിരിക്കുക എന്നത് മാത്രമാണ്. സമ്പാദിക്കുന്നതും നിലനിർത്തുന്നതും 2 കാര്യങ്ങളാണ്. പെട്ടെന്ന് വിജയം നേടിയ കഥകൾ കേൾക്കാൻ നമുക്കിഷ്ടമാണ്. ഗാരേജിൽ തുടങ്ങിയ സംരംഭം ഒരു $1 ബില്യൺ കമ്പനിയാക്കിയ പ്രതിഭാശാലിയായ സംരംഭകൻ, ഒറ്റരാത്രി കൊണ്ട് ലക്ഷാധിപതിയായ സ്റ്റോക്ക് ട്രേഡർ, പെട്ടെന്ന് പ്രശസ്തനായി പണമുണ്ടാക്കാൻ തുടങ്ങിയ ഇൻഫ്ലുവൻസർ. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ പലരും സമ്പാദിച്ച പണം അത്ര വേഗത്തിൽ തന്നെ കളയുന്നത് കാണാം. കാരണം പണമുണ്ടാക്കുന്നതും അത് നിലനിർത്തുന്നതും 2 വ്യത്യസ്ത കഴിവുകളാണ്. സിനിമാ താരങ്ങൾ, കായിക താരങ്ങൾ, ബിസിനസ് മുതലാളിമാർ എന്നിവർ എങ്ങനെയാണ് കോടീശ്വരന്മാരായിട്ട് ദരിദ്രരായി മാറിയത് എന്ന് എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. മൈക്ക് ടൈസൺ 2003 എല്ലാം നഷ്ടപ്പെടുത്തി. നിക്കോളാസ് കേജ് $150 മില്യൺ തുലച്ചു. പ്രൊഫഷണൽ നിക്ഷേപകർ പോലും ലക്ഷങ്ങൾ സമ്പാദിച്ചതിന് ശേഷം പാപ്പരായിട്ടുണ്ട്. എന്തുകൊണ്ട്? കാരണം സമ്പന്നനാകാൻ റിസ്ക് എടുക്കണം, എന്നാൽ സമ്പത്ത് നിലനിർത്താൻ റിസ്ക് ഒഴിവാക്കണം. നമുക്കിതൊന്ന് വിശദീകരിക്കാം. സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ റിസ്കുകൾ എടുക്കണം. ഒരു ബിസിനസ് തുടങ്ങുക, പുതിയ അവസരങ്ങളിൽ നിക്ഷേപിക്കുക, വലിയ ശമ്പളത്തിനായി വാദിക്കുക, മറ്റുള്ളവർക്ക് ഭയമുള്ള വലിയ റിസ്കുകൾ എടുക്കുക. നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം വേണം. ജെഫ് ബെസോസ് വാൾ സ്ട്രീറ്റിലെ ജോലി ഉപേക്ഷിച്ച് ഓൺലൈനിൽ പുസ്തകങ്ങൾ വിൽക്കാൻ തുടങ്ങിയത് ഓർക്കുന്നുണ്ടോ? എലോൺ മസ്ക് പേപാൽ വിറ്റ പണം ടെസ്ലയിൽ നിക്ഷേപിച്ച് പാപ്പരായി തീരാൻ സാധ്യതയുണ്ടായിരുന്നു. എല്ലാ വലിയ വിജയങ്ങൾക്കും ഒരു വലിയ റിസ്ക് എടുക്കുന്ന ഒരു നിമിഷമുണ്ട്. പക്ഷേ ഇവിടെയാണ് ആളുകൾക്ക് തെറ്റുന്നത്. പണം കിട്ടിയതിന് ശേഷം അവർ അതേ കളി തുടരുന്നു. അവർ ഭ്രാന്തനായ റിസ്കുകൾ എടുക്കുന്നു, കടമെടുത്ത് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നു, പണം എന്നെന്നും വരുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് എല്ലാം തകരുന്നു. കാരണം സമ്പത്ത് നിലനിർത്തുന്നത് ഇതിന് നേർ വിപരീതമായ ചിന്താഗതിയാണ്. വിനയം, ക്ഷമ, ചൂതാട്ടം എപ്പോൾ നിർത്തണമെന്നറിയുക. FTXന്റെ ഫൗണ്ടർ സാം ബാങ്ക്മാൻ ഫ്രീഡിനെ ഉദാഹരണമായി എടുക്കാം. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം FTX ഉണ്ടാക്കി. അത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഒന്നായി.
ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് $26 ബില്യൺ ആസ്തിയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എന്താണ് ചെയ്തത്? അത്യാഗ്രഹം കാണിച്ചു. അദ്ദേഹം അശ്രദ്ധമായ റിസ്കുകൾ എടുത്തു, കടം വാങ്ങി, 2022 പാപ്പരായി, അറസ്റ്റ് ചെയ്യപ്പെട്ടു, എല്ലാം പോയി. ഇനി വാറൻ ബഫറ്റിനെ നോക്കാം. ബഫറ്റിന് $100 ബില്യൺ ആസ്തിയുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഭ്രാന്തനായ റിസ്കുകൾ എടുക്കില്ല. പണമുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് പണം നഷ്ടപ്പെടുത്തുന്നത് വെറുപ്പാണ്. അദ്ദേഹത്തിന്റെ തന്ത്രം ദീർഘകാലം നിലനിൽക്കുക എന്നതാണ്. അപ്പോൾ പണം തനിയെ വളർന്നുകൊള്ളും. അദ്ദേഹം പുതിയ ട്രെൻഡുകൾക്ക് പിന്നാലെ പോകില്ല. നിങ്ങൾ എന്നും ഡിഫൻസ് കളിക്കണമെന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷേ നിങ്ങളുടെ സമ്പത്ത് വളരാൻ ആവശ്യമായ അത്രയും കാലം അത് സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. കാരണം ഒറ്റത്തവണ പണമുണ്ടാക്കുക എന്നതല്ല ലക്ഷ്യം. വീണ്ടും പണത്തെക്കുറിച്ച് വിഷമിക്കേണ്ടി വരാത്ത ഒരു സ്ഥിതിയിലെത്തുക എന്നത് അതിനുള്ള ഒരേയൊരു വഴി ലോങ് ഗെയിം കളിക്കുക എന്നതാണ്. ലോട്ടറി വിജയികളിൽ ഭൂരിഭാഗവും പാപ്പരാകുന്നതിന് കാരണമുണ്ട്. അവർ ലക്ഷ്യത്തിലെത്തിയെന്ന് കരുതുന്നു. അതുകൊണ്ട് ചെലവഴിക്കുന്നതിലും പല ബിസിനസ്സുകളിലും നിക്ഷേപിക്കുന്നതിലും എല്ലാം ശ്രദ്ധയില്ലാതെ പ്രവർത്തിക്കുന്നു. പണം നിലനിർത്താൻ തികച്ചും വ്യത്യസ്തമായ ഒരു ചിന്താഗതി ആവശ്യമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. പണം സൂക്ഷിക്കുന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ്. ശരി, നമുക്ക് പണം ലാഭിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളിൽ പകുതി പേരും ചിന്തിക്കും, ഓ, പിന്നെയും കടുപ്പം പിടിച്ച പ്രസംഗം. പക്ഷേ എന്നെ വിശ്വസിക്കൂ, ഇങ്ങനെയുള്ള ബീച്ചിൽ പോവുക അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുക എന്നതിനേക്കാൾ വലിയ കാര്യമാണ്. കൂടുതൽ ആളുകളും കരുതുന്നത് പണം ലാഭിക്കുന്നത് പിന്നീട് ചെലവഴിക്കാനാണ് എന്നാണ്. ഞാനൊരു നല്ല കാർ വാങ്ങാൻ വേണ്ടി പണം ലാഭിക്കും, അല്ലെങ്കിൽ ആ സ്വപ്നയാത്ര പോകാൻ ഞാൻ പണം ലാഭിക്കും എന്നൊക്കെ. അത് നല്ലതാണ്. പക്ഷേ യഥാർത്ഥ സമ്പത്ത് കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ചല്ല, അത് സ്വാതന്ത്ര്യം വാങ്ങുന്നതിനെക്കുറിച്ചാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, പണത്തേക്കാൾ വിലപിടിപ്പുള്ളത് എന്താണ്? ഉത്തരം ഓപ്ഷനുകളാണ്. നിങ്ങളുടെ സമയത്തിന്മേലുള്ള നിയന്ത്രണം, നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയുന്ന അവസ്ഥ. എനിക്കറിയാവുന്ന ഒരാൾക്ക് ഒരു മോശം ജോലി കിട്ടി. വർക്ക് പ്ലേസ് മോശമാണ്, ഭ്രാന്തമായ സമയക്രമം, ഒരു ദുഷ്ടൻ ബോസ്. പക്ഷേ അയാൾക്ക് ആ ജോലി വിടാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്നോ? അയാളുടെ കയ്യിൽ $1 പോലും സേവിങ്സ് ഇല്ലായിരുന്നു. അയാളൊരു ശമ്പളത്തിൽ നിന്ന് അടുത്ത ശമ്പളത്തിലേക്ക് ജീവിക്കുകയായിരുന്നു. ജോലി ഉപേക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇനി ഏതാനും വർഷം കഠിനമായി പണം ലാഭിച്ച എൻ്റെ മറ്റൊരു സുഹൃത്തിനെ എടുക്കാം. അയാളുടെ ജോലി അയാളെ വല്ലാതെ മടുപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്നോ? അയാൾ ഇറങ്ങി നടന്നു. ഒരു ടെൻഷനുമില്ലാതെ, പരിഭ്രമമില്ലാതെ ഞാൻ പോവുന്നു എന്ന് പറഞ്ഞു നടന്നു. ഇതിനൊരു വാക്ക് തന്നെയുണ്ട്, FU ഫണ്ട്. മോശം സാഹചര്യങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങളെ സഹായിക്കുന്ന പണത്തിൻ്റെ ഒരു ശേഖരം. നിങ്ങളുടെ ജോലി മോശമാണെങ്കിൽ നിങ്ങൾക്കവിടെ നിൽക്കേണ്ടതില്ല. നിങ്ങളുടെ വീട്ടുടമസ്ഥൻ വാടക കൂട്ടിയാൽ നിങ്ങൾക്ക് മറ്റു വഴികളുണ്ട്. മോശം ബന്ധമാണെങ്കിൽ വാടകയെക്കുറിച്ച് ആലോചിക്കാതെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാം. ഇതിന് നിങ്ങൾ കോടീശ്വരനാകേണ്ടതില്ല. 6 മാസത്തെ ശമ്പളം പോലും നിങ്ങളെ ജീവിതത്തിൽ ഒരു പുതിയ നിലയിലെത്തിക്കും. പണം ലാഭിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മിക്ക ആളുകൾക്കും അത് ശരിക്കും സാധിക്കും. പക്ഷേ ലാഭിക്കുന്നത് അത്ര രസമല്ല, ചെലവഴിക്കുന്നതാണ് രസമുള്ള കാര്യം. നിങ്ങളൊരു പുതിയ കാറ് വാങ്ങുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ആഘോഷമാക്കും. പക്ഷെ നിങ്ങൾ $500 നിങ്ങളുടെ എമർജൻസി ഫണ്ടിലേക്ക് മാറ്റുമ്പോൾ ആരും അറിയുന്നില്ല, ആരും നിങ്ങൾക്ക് കൈയടിക്കുന്നില്ല. സമ്പന്നനാകുക എന്നാൽ വില കൂടിയ സാധനങ്ങൾ വാങ്ങുക എന്നാണ് പലരും കരുതുന്നത്. പക്ഷെ വാസ്തവത്തിൽ ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകൾ അവരുടെ സമയം തിരികെ വാങ്ങുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്. കാരണം പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം കൂടുതൽ പണത്തിൻ്റെ ആവശ്യമില്ലാതാകുക എന്നതാണ്. സമ്പത്ത് എന്നത് നിങ്ങൾ കാണാത്തതാണ്. 2014 റൊണാൾഡ് റീഡ് എന്നൊരു ശുചീകരണ തൊഴിലാളി ഉണ്ടായിരുന്നു. ഒരു സാധാരണക്കാരൻ. പെട്രോൾ പമ്പിലും പിന്നെ ഒരു ശുചീകരണ തൊഴിലാളിയായും ജോലി ചെയ്തു. ഒരു പഴയ കാർ ഓടിച്ചു, എന്നും ഒരേ വസ്ത്രങ്ങൾ ധരിച്ചു. ഒരാഡംബരവുമില്ല. ആളുകൾ കരുതിയിരുന്നത് അയാൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നാണ്. പക്ഷെ ഒരു ദിവസം 92 വയസ്സിൽ അദ്ദേഹം മരിച്ചു. $8 മില്യൺ ബാക്കി വെച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈ മനുഷ്യന് $8 മില്യൺ എവിടെ നിന്ന് കിട്ടി? മറ്റുള്ളവർ പണമുണ്ടാക്കി അനുഭവിക്കുമ്പോൾ റൊണാൾഡ് റീഡ് നിശബ്ദമായി സമ്പാദിക്കുകയായിരുന്നു. ആരും അദ്ദേഹത്തിന്റെ സമ്പത്ത് കണ്ടില്ല, കാരണം അത് അദൃശ്യമായിരുന്നു. സമ്പത്ത് എന്നത് നിങ്ങൾ ചെലവഴിക്കാത്ത പണമാണ്, നിങ്ങൾ ഉണ്ടാക്കുന്ന സ്വാതന്ത്ര്യമാണ്, നിശബ്ദമായി വളരുന്ന നിക്ഷേപങ്ങളാണ്. മറ്റാരും കാണുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സാമ്പത്തികമായി സുരക്ഷിതനാണെന്നുള്ള ആത്മവിശ്വാസമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരാൾ പുതിയ ഫെറാറിയിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും? ഇയാൾക്ക് ഒരുപാട് പണമുണ്ട്. പക്ഷെ അത് നമുക്കറിയില്ല. അയാൾ ആ കാറിന് $3 ലക്ഷം ചെലവഴിച്ചു എന്ന് മാത്രമേ നമുക്കറിയൂ. അയാളുടെ കയ്യിൽ എത്ര ബാക്കിയുണ്ടെന്ന് നമുക്കറിയില്ല. അയാൾ കടത്തിൽ മുങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. നല്ല സാധനങ്ങൾ വാങ്ങരുത് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പണം അനുഭവിക്കണം.
പക്ഷേ നിങ്ങളുടെ ഭാവിയുടെ പേരിൽ മറ്റുള്ളവർക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നത് ഒരു മോശം കളിയാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഇതായിരിക്കണം: സമ്പന്നനായി കാണപ്പെടുന്നതും യഥാർത്ഥത്തിൽ സമ്പന്നനായിരിക്കുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. സമ്പന്നനായി കാണപ്പെടുന്നത് എളുപ്പമാണ്. ക്രെഡിറ്റ് കാർഡ് എടുക്കുക, കാർ വാങ്ങാൻ ലോൺ എടുക്കുക, വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങുക. ആർക്കും ഇത് ചെയ്യാം. പക്ഷേ യഥാർത്ഥത്തിൽ സമ്പന്നനായിരിക്കുക എന്നത് നിങ്ങൾ കാണാത്തതിനെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ചില ആളുകൾ 6 ലക്ഷം അക്ക വരുമാനമുണ്ടായിട്ടും കഷ്ടപ്പെടുന്നത്, അതേസമയം അതിനേക്കാൾ വളരെ കുറഞ്ഞ വരുമാനമുള്ളവർക്ക് നേരത്തെ വിരമിക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? കാരണം ഇതാണ്: ചില ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നു, മറ്റുള്ളവർ സ്വാതന്ത്ര്യം വാങ്ങുന്നു. സമ്പത്ത് എന്നത് നിങ്ങളുടെ വരുമാനമല്ല. സമ്പത്ത് നിങ്ങളുടെ കാറല്ല. സമ്പത്ത് നിങ്ങൾ ചിലവഴിക്കാത്ത പണമാണ്. അതുകൊണ്ടാണ് വാരൻ ബഫറ്റ് 1958 വാങ്ങിയ അതേ വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നത്. അദ്ദേഹത്തിനൊരു കൊട്ടാരം വാങ്ങാൻ കഴിയാത്തതുകൊണ്ടല്ല, മറിച്ച് പുറം ലോകത്തിന് മുന്നിൽ ആഡംബരം കാണിക്കുന്നതിനേക്കാൾ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വിലമതിക്കുന്നതുകൊണ്ടാണ്. വികാരങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഒരു കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തുടങ്ങാം: പണം എന്നത് വെറും അക്കങ്ങളല്ല, വികാരങ്ങളാണ്. ഇവിടെയാണ് മിക്ക സാമ്പത്തിക ഉപദേശങ്ങൾക്കും പിഴയ്ക്കുന്നത്. പല വിദഗ്ധരും പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അത് വെറും കണക്കുകൾ മാത്രമാണെന്ന മട്ടിലാണ്. നിങ്ങൾ എക്സിൽ നിക്ഷേപിക്കുക, വൈയുടെ ചിലവ് കുറയ്ക്കുക, നിങ്ങളുടെ വരുമാനത്തിൻ്റെ Z% ലാഭിക്കുക, അപ്പോൾ നിങ്ങൾ സാമ്പത്തികമായി സുരക്ഷിതനാകുമെന്നൊക്കെ. പക്ഷേ സത്യമെന്താണെന്നറിയാമോ? നമ്മൾ റോബോട്ടുകളല്ല, നമ്മൾ വികാരങ്ങളുള്ള മനുഷ്യരാണ്. പണത്തിൻ്റെ കാര്യത്തിൽ റാഷണൽ ആയിരിക്കുന്നതിനേക്കാൾ റീസണബിൾ ആയിരിക്കുക പ്രധാനമാണ്. നിങ്ങൾ നിക്ഷേപിക്കുകയാണെന്ന് കരുതുക. ഏറ്റവും റാഷണലായ കാര്യം എന്താണ്? നിങ്ങളുടെ എല്ലാ പണവും സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുക, പിന്നീട് അതിൽ തൊടാതിരിക്കുക. പക്ഷെ മാർക്കറ്റ് തകരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ വികാരങ്ങൾ ആധിപത്യം സ്ഥാപിക്കും. നിങ്ങളുടെ പോർട്ട്ഫോളിയോ 40% കുറയുന്നത് കാണുമ്പോൾ ആ ലോജിക്കൽ പ്ലാൻ അത്ര ലോജിക്കലായി തോന്നില്ല. നിങ്ങൾ പരിഭ്രമിക്കും, നിങ്ങൾ വിൽക്കും. അഭിനന്ദനങ്ങൾ, നിങ്ങൾക്ക് നഷ്ടമുറപ്പിച്ചു. അതുകൊണ്ടാണ് മിക്ക നിക്ഷേപകരും പരാജയപ്പെടുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാത്തതുകൊണ്ടല്ല, മറിച്ച് അതിനൊപ്പമുള്ള വികാരങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയാത്തതുകൊണ്ടാണ്. റീസണബിൾ ചിന്തയും റാഷണൽ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. റാഷണൽ ചിന്ത ഇതാണ്: ഈ നിക്ഷേപതന്ത്രത്തിന് 50 വർഷത്തിൽ ഏറ്റവും ഉയർന്ന വരുമാനം നൽകാൻ കഴിയും, അതുകൊണ്ട് ഞാൻ എന്തു വന്നാലും ഇതിൽ ഉറച്ചു നിൽക്കും. പക്ഷേ റീസണബിൾ ചിന്ത ഇതാണ്: ഈ തന്ത്രം നല്ലതാണ്, പക്ഷെ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഞാൻ പരിഭ്രമിക്കുമെന്നെനിക്കറിയാം, അതുകൊണ്ട് സുരക്ഷിതമായിരിക്കാൻ ഞാൻ കുറച്ച് പണം ക്യാഷായി സൂക്ഷിക്കും. വ്യത്യാസം കണ്ടോ? ഒന്ന് തിയറിയിൽ മികച്ചതാണ്, മറ്റൊന്ന് യഥാർത്ഥ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണ്. എക്കാലത്തെയും ഏറ്റവും നല്ല നിക്ഷേപകനായ വാരൻ ബഫറ്റിന് ഏറ്റവും ഉയർന്ന വരുമാനം നൽകുന്ന തന്ത്രമല്ല ഉള്ളത്. ക്രിപ്റ്റോ അല്ലെങ്കിൽ സ്പെക്യുലേറ്റീവ് ടെക് സ്റ്റോക്കുകൾ പോലുള്ള ഉയർന്ന റിസ്ക്കുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നിക്ഷേപിക്കില്ല. എന്തുകൊണ്ട്? കാരണം അദ്ദേഹത്തിന് രാത്രി സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന രീതിയിലാണ് അദ്ദേഹം നിക്ഷേപിക്കുന്നത്. അദ്ദേഹം റീസണബിൾ ആയിരിക്കുന്നു, വെറും റാഷണൽ ആയിട്ടല്ല. അതുകൊണ്ടാണ് അദ്ദേഹം 60 വർഷത്തിലധികമായി ഈ കളിയിൽ തുടരുന്നതും. ശരി, ഒരു ചെറിയ കഥ പറയാം. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ഏറ്റവും മികച്ച നിക്ഷേപം കണ്ടെത്താൻ അവന് ഭ്രാന്തായിരുന്നു. അവൻ സ്റ്റോക്കുകളെക്കുറിച്ച് മണിക്കൂറുകളോളം ഗവേഷണം നടത്തി, എല്ലാ സാമ്പത്തിക പുസ്തകവും വായിച്ചു, എല്ലാ രൂപയും ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നോ? എല്ലാ ഓപ്ഷനുകളും അയാളെ കൺഫ്യൂസ്ഡ് ആക്കി. അയാൾക്ക് നിക്ഷേപിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം മറ്റൊരു സുഹൃത്ത് വളരെ സിമ്പിളായ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ പണം നിക്ഷേപിച്ചു, പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. ആരാണ് കൂടുതൽ പണമുണ്ടാക്കിയത്? എന്തെങ്കിലും ചെയ്ത ആളാണ് കൂടുതൽ പണമുണ്ടാക്കിയത്. നിങ്ങൾക്ക് പറ്റുന്നത് എന്താണെന്ന് കണ്ടെത്തുക. ഏറ്റവും മികച്ച സാമ്പത്തിക പദ്ധതി പേപ്പറിൽ ഏറ്റവും ഉയർന്ന വരുമാനം നൽകുന്ന പദ്ധതിയല്ല, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മുറുകെ പിടിക്കാൻ കഴിയുന്ന പദ്ധതിയാണ്. കാരണം പണം എന്നത് വെറും അക്കങ്ങളല്ല, വികാരങ്ങളാണ്. ഏറ്റവും മികച്ച സാമ്പത്തിക പദ്ധതി നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന ഒന്നാണ്. ശരി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, പക്ഷേ പ്രവൃത്തി ചെയ്യാത്ത അറിവ് പ്രയോജനമില്ലാത്തതാണ്. ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചെങ്കിൽ ഇന്ന് തന്നെ ഒരു പ്രവൃത്തി ചെയ്യുക. കാരണം തുടങ്ങാൻ ഏറ്റവും നല്ല സമയം ഇന്നലെ ആയിരുന്നു, രണ്ടാമത്തെ നല്ല സമയം ഇപ്പോഴാണ്.